മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റവും ഭരണമാറ്റവും സംസ്ഥാനമാകെ ചർച്ചയാവുകയാണ്. ഉത്തരേന്ത്യൻ മോഡൽ കേരളത്തിലുമെന്നാണ് ഈ ചർച്ചയുടെ കാതൽ. മറ്റത്തൂരിലെ ഓപ്പറേഷൻ കമൽ വിജയകരമായി BJP നടപ്പാക്കിയത് ഒരാളെ മുന്നിൽ നിർത്തിയാണ്. ഇപ്പോൾ പഞ്ചായത്ത് അംഗവും വ്ളോഗറുമായ അതുൽ കൃഷ്ണ. പഞ്ചായത്ത് ഭരണസമിതിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഓരോന്നായി സോഷ്യൽ മീഡിയയിലൂടെ എത്തിച്ച അതുൽ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയുമായി. 2016 അരുണാചൽ പ്രദേശിൽ ആകെയുള്ള 44 കോൺഗ്രസ് MLA-മാരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 43 പേരും ഒറ്റ രാത്രി കൊണ്ട് NDAയിലേക്ക് ചാടിയിരുന്നു. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതാകട്ടെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയും. കൈമെലിഞ്ഞ് താമരയാകുന്നുവെന്ന വിമർശനം കേട്ടുതഴമ്പിച്ച കോൺഗ്രസിന് അരുണാചൽ നൽകിയ ഷോക്ക് ചെറുതായിരുന്നില്ല. ഓപ്പറേഷൻ താമരയുടെ ഉഗ്രരൂപം. അരുണാചലിന്റെ ഒരു ചെറിയ പതിപ്പാണ് ഇങ്ങ് മറ്റത്തൂർ എന്ന കൊച്ചു പഞ്ചായത്ത്. ലോക്സഭയിൽ ആദ്യമായി ഇത്തവണ താമര വിരിഞ്ഞ തൃശൂരിലെ ഒരു പഞ്ചായത്ത്. വിജയിച്ച കോൺഗ്രസ് അംഗങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് BJPയിലേക്ക് ചുവടുമാറ്റി. കോൺഗ്രസ് അംഗങ്ങളെ ചാക്കിലാക്കാനുള്ള ഓപ്പറേഷൻ മറ്റത്തൂർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന് കരുക്കൾ നാളുകൾക്ക് മുൻപേ നീക്കിത്തുടങ്ങിയിരുന്നു. അതുൽ കൃഷ്ണയെന്ന വ്ളോഗറെ മുന്നിൽ നിർത്തിയായിരുന്നു തന്ത്രം. മറ്റത്തൂർ പഞ്ചായത്തിൽ ആകെ മാലിന്യം തള്ളിയിരിക്കുന്നതാണെന്ന് പ്രസിഡന്റ് പറയുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. കാലുമ്മ പ്ലാസ്റ്റിക് കവറും കയ്യില് ഗ്ലൗസ് ഇട്ട് ഇവര് ഈ വേസ്റ്റ് കോരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി അടുത്ത് തന്നെ അവർക്ക് കൊടുക്കും. ലൈസൻസ് ഇല്ലെന്ന് കാട്ടി അതുൽ കൃഷ്ണയുടെ കമ്പനി മറ്റത്തൂർ പഞ്ചായത്തിലെ മുൻ ഭരണസമിതി പൂട്ടിക്കുന്നു. ഇതിന് പ്രതികാരം ചെയ്തുകൊണ്ടാണ് തുടക്കം. പഞ്ചായത്തിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് തുടങ്ങി. ഇത് ഫലം കണ്ടു തുടങ്ങിയതോടെ വലിയ പദ്ധതികൾ അണിയറയിൽ തയ്യാർ. BJP ടിക്കറ്റിൽ സ്ഥാനാർത്ഥിയായി അതുലിന്റെ വരവ്. 25 വർഷമായി ഇടതുപക്ഷം അടക്കിവാണ മറ്റത്തൂരിൽ മുന്നേറ്റം. അവിടം കൊണ്ടും തീർന്നില്ല. അംഗങ്ങളുടെ എണ്ണത്തിൽ തുല്യനിലയിലെത്തിയതോടെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പ്രതിപക്ഷത്തിരുത്തി. 8 കോൺഗ്രസ് അംഗങ്ങളെയും മറുകണ്ഠം ചാടിച്ചു. കേരളത്തിലേക്കും ഓപ്പറേഷൻ താമര പടർത്തുന്നുവെന്നും കോൺഗ്രസ് ആ വലയിൽ വീണു കഴിഞ്ഞെന്നുമുള്ള വിമർശനം ഇപ്പോൾ ശക്തിപ്പെടുത്തുകയാണ് ഇടതുപക്ഷം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.